ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. സ്നേഹിക്കുന്ന മനസ്സിൻ്റെ നിശബ്ദമായ ഭാഷയാണ് കണ്ണുനീർ. വെറുതെ ഇരിക്കുമ്പോൾ അറിയാതെ അവ നിറഞ്ഞാൽ അതിനൊരു കാരണമേ ഉള്ളൂ. അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. എന്നാൽ പ്രണയത്തിൽ കണ്ണു നിറയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടാറില്ല. കൊതിക്കുന്നത് പൂർണ്ണമായ ഒരു പ്രണയമാണ്. കാത്തിരിക്കുന്നത് എന്നെ പൂർണ്ണയാക്കുന്ന ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയെ തിരഞ്ഞുള്ള അന്വേഷണത്തിലായിരിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നീ പറയാൻ മടിച്ചതും ഞാൻ കേൾക്കാൻ കൊതിച്ചതും ഒന്നായിരുന്നു എനിക്ക് നിന്നോടുള്ള പ്രണയം. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഇത് പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ് ആണ്. ഒരുപാട് തവണ കേട്ട് പഴകാവുന്ന ലവ് ബൈറ്റ്സിൽ ഞാൻ പറഞ്ഞോട്ടെ, വി ഓൾ സേ പ്രണയം അത് സംഭവിക്കും, അതിന് തിരഞ്ഞു പോയിട്ടുണ്ടെങ്കിലൊന്നും അത് കിട്ടത്തില്ല എന്ന്. അഥവാ നമ്മളിങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുക്കുന്നതൊന്നും പ്രണയമായിരിക്കത്തില്ല എന്ന്. എന്നാലും പലപ്പോഴും ആകസ്മികമായിട്ട് ഒട്ടും വിചാരിക്കാതെ നമ്മൾ പലരും പ്രണയത്തിലാവാറുണ്ട്. വിചാരിച്ചിരിക്കാത്തൊരു സന്ദർഭത്തിൽ ജീവിതം വരും, നമുക്കെല്ലാം എല്ലാമായി മാറും, അല്ലേ? അത്തരമൊരു കഥ ഞാനൊന്ന് പറയും. പക്ഷെ അതിന് മുന്നേ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഹായ് റീനു, ഐ ലവ് someone ബട്ട് ഹി ലവ്സ് somebody else. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് എന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മറുപടി തന്നുകൂടെ എൻ്റെ സോനി എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ണൻ ഒരു പാട്ട് രേഷ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈ റീനു, ഐ വോണ്ട് എ സോങ് ഫോർ മൈ നിർമ്മൽ ചേട്ടൻ. പിന്നെ ലോകത്തിലെ എല്ലാ ലവേഴ്സിനും ലവ് ഇല്ലാത്ത റോബിയുടെ ഗുഡ് നൈറ്റ്. സങ്കടമാണല്ലോ, എന്നാ പറ്റി? പിന്നെ ചിത്ര ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ അനൂപിന് വേണ്ടി. പിന്നെ റീനു, നീ ഒരു കള്ളിയാണ് എന്നൊരു മെസ്സേജ്. ഓഹോ, അപ്പം അങ്ങനെയായോ? പാവം, ഞാൻ ഇവിടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, പാട്ടുകൾ വെച്ച് തരുന്നു, നിങ്ങൾ എന്നെ കള്ളിയാക്കി. പിന്നെ ഹായ് ക്ലബ് FM, ഐ എം സന. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കാൽ വയ്യാതിരിക്കുന്ന എൻ്റെ മാത്രം സംഷാദ് പെട്ടെന്ന് സുഖപ്പെടട്ടെ, എൻ്റെ ഷംസാദിക്ക് വേണ്ടി ഒരു പാട്ട് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അയ്യോ, എന്താ ആക്സിഡൻ്റ് ആയിരിക്കും പറ്റിയേ? എൻ്റെ വിഷസ് കൂടി വേഗം സുഖാവാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ ഒരു പാട്ട് വെച്ച് തരാം. പിന്നെ ലവ് യു സച്ചു, മിസ് യു വെരി ബാഡ്ലി എന്ന് ആത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചോദിച്ച എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരാം. പിന്നെ നിങ്ങൾക്കൊരു പാട്ട് വേണോ? മെസ്സേജ് അയക്കണോ? നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരു ലില്ലിപ്പൂവിൻ്റെ നൈർമല്യം നീ സഖി, ഒരു പനിനീർപ്പൂവിൻ്റെ പരിമളം നീ, ഒരു മാടപ്രാവിൻ്റെ കുറുകൽ പോൽ നിൻ സ്വരം, ഒരു ശരത്കാര നിലാവ് പോൽ നീ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ കൂടെ റീനു. ഒരുപാട് പ്രണയകഥകൾ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടോ ഒത്തിരി പേരും പുറത്ത് പറയുന്നത് നഷ്ടപ്രണയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കൊക്കെ തോന്നും ഈ ലോകത്തിൽ സന്തോഷമുള്ള പ്രണയം ഒന്നും സംഭവിക്കുന്നില്ലേ എന്ന്. അതിനെക്കുറിച്ച് ആരും തുറന്നു പറയാത്തതുകൊണ്ടാണ്. അല്ലാതെ നഷ്ടപ്രണയങ്ങൾ മാത്രമൊന്നും അല്ല ചുറ്റും സംഭവിക്കാറ്. ഡെഫിനറ്റ്ലി ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, നമുക്ക് കുറേ വിഷമമൊക്കെ തരും. പക്ഷെ ചില പ്രണയങ്ങൾ അതിന് സുഗന്ധമായിരിക്കും, കേൾക്കുന്ന നമുക്കും സന്തോഷം തോന്നും. അങ്ങനത്തെ ഒരു പ്രണയ കഥയിലൂടെയാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു ഇന്ന് സഞ്ചരിക്കുന്നത്. ഞാൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടെ വരാമെന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? നമുക്ക് ആ യാത്ര ആരംഭിക്കാം. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.